പ്രണയത്തിനും സ്നേഹത്തിനുമിടയിൽ ഒരു മതമോ? അതും എല്ലാം അറിയാമെന്ന് പറയുന്ന പ്രബുദ്ധ കേരളത്തിൽ. ഞങ്ങളിത് ഒരു കാലത്തും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാംസ്കാരിക നായകന്മാരുടെ മണ്ടക്കിട്ട് കുട്ടിയാണ് മത തീവ്രവാദത്തിൻ്റെ കൊടിയ കഥകൾ പുറംലോകമറിയുന്നത്. മതപരിവർത്തനം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴെല്ലാം രാഷ്ട്രീയ കളികളാണെന്നും ന്യൂനപക്ഷ മതങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള ഭൂരിപക്ഷ നീക്കമാണെന്നുമായിരുന്നു സംസാരം. ഇപ്പോഴെന്തായി? ഹൃദയം തൊടുത്ത് സ്നേഹിച്ചവൻ ഒരൽപ്പം കരുണ കാണിക്കാതെ അവനവൻ്റെ മതത്തെ പൊക്കിപ്പിടിച്ച് തനിക്കൊണം കാണിച്ചു. നഷ്ടം കൈയും കാലും വളരുന്നു എന്ന് കണ്ണിമ ചിമ്മാതെ നോക്കിക്കാത്ത അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കുമാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമെന്നും പറഞ്ഞ് തള്ളിക്കളയാൻ വരട്ടെ. PC ജോർജ് പറഞ്ഞിട്ടുള്ള ശ്രീലേഖ IPS ഉദാഹരണ സഹിതം വ്യക്തമാക്കിയിട്ടുള്ള പല കേരള സ്റ്റോറികളും ഇന്ന് മൂടുപടം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. അതൊന്ന് മണ്ണ് മാന്തി ചികയുമ്പോൾ അറിയാം, മണ്ണിനടിയിലും മണ്ണിനു മുകളിലും മനസ്സും ശരീരവും മരിച്ച കുറേ ആത്മാക്കളെ. ഇല്ല, നമ്മുടെ സിസ്റ്റം ഇത് പുറത്തേക്കെടുക്കില്ല. കാരണം ഒറ്റപ്പെട്ട സിസ്റ്റത്തിൻ്റെ സംഭവമായി കരുതി അത് സുരക്ഷിതമായി മണ്ണിൽ മൂടപ്പെട്ടാലേ ന്യൂനപക്ഷ വോട്ടുകൾ വാരിക്കൂട്ടാൻ പറ്റുകയുള്ളൂ. ഇത് ഒരു മതത്തിൽ മാത്രമല്ല, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം തങ്ങളുടെ മാനവശേഷി വർദ്ധിപ്പിക്കാൻ ഇല്ലാത്ത വിശ്വാസത്തിൻ്റെ നിയമം പഠിച്ച് ദൈവങ്ങളെ കൂടി വെട്ടിലാക്കിക്കൊണ്ട് മതപരിവർത്തനം നടത്തി ആനന്ദം കണ്ടെത്തുകയാണ്. വിശ്വാസം അത് മനുഷ്യനെ ഭ്രാന്താക്കുന്നു എന്നുള്ളത് സത്യം. പക്ഷേ സാക്ഷരതാ കേരളത്തിൽ എന്തിനാണ് ഈ പരിവർത്തനം നടത്തുന്നത്? നീ നിന്റെ മതം വിട്ടു വന്നാലേ എൻ്റെ പ്രണയവും ജീവിതവും നൽകൂ എന്ന് പറയുന്നവനോട് പോയി പണി നോക്കടാ എന്ന് പറഞ്ഞ് തല ഉയർത്തി പെണ്ണെ നീ നിന്റെ ജീവിതം ആഘോഷമാക്കൂ. ഒരു കണ്ടീഷനുമില്ലാതെ നിന്നെ സ്നേഹിക്കുന്നവന് നീ നിന്റെ ഹൃദയം നൽകൂ. കേരള സ്റ്റോറി അവാർഡ് അങ്ങ് ചില ഇരട്ടച്ചങ്കന്മാരുടെ നെഞ്ചത്തങ്ങ് കൊണ്ടിരുന്നു. പല സ്റ്റോറികളും മൂടി വെച്ചതിൻ്റെ കുത്തലാവും ആ വേദന. കേരള സ്റ്റോറി പറയുന്നത് കേരളത്തിൻ്റേതു മാത്രമല്ല, മതഭ്രാന്തിൻ്റെ പല തട്ടുകളായി കിടക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ സ്റ്റോറി കൂടിയാണ്. കന്യാസ്ത്രീകളെ, നിങ്ങൾ പാവങ്ങൾ, ക്രിസ്തുവിൻ്റെ മണവാട്ടിമാർ. പക്ഷേ നിങ്ങളെ എന്തിനാണ് വിട്ടത്? അതോ നിങ്ങൾ സ്വയം മനസ്സുകൊണ്ട് പാവങ്ങൾക്ക് വേണ്ടി, അതോ നിങ്ങൾ സ്വയം മനസ്സുകൊണ്ട് പാവങ്ങളുടെ ഇടയിലേക്ക് പോയതാണോ? അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചതാണോ? എന്തു തന്നെയായാലും നിങ്ങൾക്ക് ഉത്തമയായ ഒരു വിശുദ്ധയെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അത് മദർ തെരേസയാണ്. ഇതിനപ്പുറം മറ്റൊരു ഉദാഹരണം ഇല്ല. നബിയും ക്രിസ്തുവും കൃഷ്ണനും രാമനുമൊക്കെ മതം വളർത്താനല്ല പഠിപ്പിച്ചത്, നന്മയുള്ള ഒരു ലോകം കെട്ടിപ്പടുത്താനാണ്. അവൻ ക്രിസ്ത്യൻ, ഇവൻ മുസ്ലിം എന്നൊക്കെ പറയുമ്പോൾ നാം മനുഷ്യർ ഒന്നാണ് എന്നുള്ള മതഭ്രാന്തിൻ്റെ മതിലുകൾ നമ്മൾ മറച്ചു പോവുകയല്ലേ? കോതമംഗലത്ത് ആ 23-കാരിയായ TTC വിദ്യാർത്ഥിനി സോന എൽദോസ് ആത്മഹത്യ ചെയ്ത സംഭവം ഇപ്പോൾ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് പറയുമ്പോൾ അവൾ എഴുതിയ കത്തിലെ വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. പ്രണയം നടിച്ച് മതം മാറ്റാൻ ശ്രമിക്കുന്ന സംഘടിത ലോബി കേരളത്തിൽ ഉണ്ട് എന്ന വാദത്തിന് ശക്തി പകരുന്നതാണ് ആ പെൺകുട്ടിയുടെ കൈപ്പടയിലെ വരികൾ. വിവാഹ വാഗ്ദാനം നൽകിയും ഭീഷണിപ്പെടുത്തിയും മതം മാറ്റാൻ ശ്രമിച്ചുവെന്ന കത്തിലെ വെളിപ്പെടുത്തൽ ഇതിന് പിറകിൽ ഒരു സംഘടിത സംവിധാനങ്ങളുണ്ടെന്ന സൂചന തന്നെയാണ് നൽകുന്നത്. ഇത് തീവ്രവാദത്തിൻ്റെ മറ്റൊരു മുഖമാണ്. ഒറ്റപ്പെട്ട സംഭവമായി കാണാതെ ശക്തമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ്. ബജ്രംഗ് ദളിനെ വിമർശിച്ചവർ ഒന്നാലോചിക്കുക. ഛത്തീസ്ഗഡിൽ നടന്നത് മതപരിവർത്തനമോ അല്ലാതെയോ ആകാം. പക്ഷേ ഓരോ മതവിശ്വാസികൾക്കും അവനവൻ്റെ മതം വളരെയധികം പ്രിയപ്പെട്ടതല്ലേ? ഒരു പരിധിവരെ നിങ്ങൾ പരിവർത്തനം ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാട് ഒരു കലാപഭൂമിയാകും. അതിലേക്ക് നാം ഓരോരുത്തരും സൂക്ഷിക്കേണ്ടതില്ലേ? അതിലേക്ക് ചെന്നെത്തേണ്ടുന്ന അവസ്ഥയിലേക്ക് ആരെയും എത്തിക്കരുത്. റമീസ് എന്ന മതഭ്രാന്തൻ ആ പെൺകുട്ടിയെ പ്രണയിക്കാഞ്ഞത് മാത്രമല്ല, അവൻ ചെയ്ത എല്ലാ ക്രൂരതയുടെ മുഖവും ഏറ്റുവാങ്ങിയാണ് സോന യാത്രയായത്. ആത്മഹത്യ പ്രേരണ, ദേഹോപദ്രവം ഏൽപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് റമീസിനെതിരെ ചുമത്തിയിരുന്നതെങ്കിൽ ഇതിന് കുറേ കൂട്ടുപ്രതികൾ കൂടി ഇതിൻ്റെ പിന്നിലില്ലേ? അവരുടെ സ്വന്തം കുടുംബം തന്നെ. മകൻ്റെ ക്രൂരതയ്ക്ക് കൂട്ടുനിന്നവർ ഇവനോളമില്ലെങ്കിലും ക്രൂരതയുടെ മറ്റു മുഖങ്ങൾ തന്നെയല്ലേ? കഴിഞ്ഞ ശനിയാഴ്ചയാണ് TTC വിദ്യാർത്ഥിനിയായ സോന എൽദോസിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അവൾ മരിക്കുമ്പോൾ വേദനയോടെ എഴുതിയ കുറിപ്പ് ഇങ്ങനെയാണ്: ഇങ്ങനെ ചതിക്കപ്പെട്ട് ജീവിക്കാൻ സാധിക്കില്ല.
ഇമ്മോറൽ ട്രാഫിക്കിന് പിടിച്ച റമീസിനോട് ഞാൻ ക്ഷമിച്ചു. എന്നാൽ അവൻ വീണ്ടും വീണ്ടും എന്നോട് സ്നേഹമില്ലെന്ന് തെളിയിച്ചു. എല്ലാം മറന്ന് ഇറങ്ങിച്ചെന്ന് എന്നോട് മതം മാറാൻ നിർബന്ധിച്ചു. രജിസ്റ്റർ മാരേജ് നടത്താമെന്ന വ്യാജേനെ വീട്ടിലെത്തിച്ചു കുടുംബക്കാരെ കൊണ്ട് മതം മാറിയാൽ കല്യാണം നടത്താമെന്ന് പറയിപ്പിച്ചു. റമീസിന്റെ തെറ്റുകൾ ഉപ്പയും ഉമ്മയും അറിഞ്ഞിട്ടും ഒരു നടപടിയും സ്വീകരിച്ചില്ല. മതം മാറാൻ സമ്മതിച്ച എന്നോട് പിന്നീടും റമീസും കൂട്ടുകാരും കുടുംബക്കാരും ക്രൂരത തന്നെ തുടരുകയായിരുന്നു. മതം മാറിയാൽ മാത്രം പോരാ, തൻ്റെ വീട്ടിൽ നിൽക്കണമെന്നും കർശനമായി പറഞ്ഞു. ഇതിൽ പരം മറ്റെന്ത് തെളിവ് വേണം ഭരണകൂടമേ? നമ്മുടെ സിസ്റ്റത്തിൻ്റെ പിഴവുകളാണോ ഇതൊക്കെ? കോളേജിൻ്റെ വസന്തകാലത്ത് എല്ലാവർക്കും തോന്നിയ ഒരു പ്രണയം, അതാണ് ഇന്ന് അവസാനിച്ച് മണ്ണിനടിയിലായത്. അവളുടെ പ്രണയം നാമ്പിട്ട വഴികൾ ഇങ്ങനെയാണ്. ആലുവയിലെ സ്വകാര്യ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് യുവതിയും റമീസും ഇഷ്ടത്തിലാകുന്നത്. ഏതാനും വർഷം മുൻപാണ് റമീസിന്റെ കുടുംബം ആലങ്ങാട് പാനായിക്കുളം ഭാഗത്ത് താമസം തുടങ്ങിയത്. ഇറച്ചിവെട്ടാണ് പിതാവ് റഹീമിന്റെ ജോലി. പലയിടങ്ങളിലായി ഇറച്ചി സ്റ്റാളുകളുമുണ്ട്. ഇടയ്ക്ക് റമീസും ഇറച്ചി വെട്ടാൻ പോകാറുണ്ടായിരുന്നു. കുടുംബം സാമ്പത്തികമായി മെച്ചപ്പെട്ട സ്ഥിതിയിലാണെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. യുവതിയും റമീസും തമ്മിൽ ഇഷ്ടത്തിലായതിനെ തുടർന്ന് കുടുംബാംഗങ്ങൾ തന്നെ ഇടപെട്ട് വിവാഹാലോചന നടത്തിയിരുന്നു. എന്നാൽ വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറണമെന്ന് റമീസിന്റെ കുടുംബം ആവശ്യപ്പെട്ടെന്നാണ് യുവതിയുടെ മാതാവും സഹോദരനുമൊക്കെ പറയുന്നത്. മതം മാറാൻ സമ്മതമാണെന്ന് അന്ന് ആ പെൺകുട്ടി അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് ചേരാനെല്ലൂരിലെ ലോഡ്ജിൽ വെച്ച് അനാശാസ്യ പ്രവൃത്തിക്ക് റമീസ് പോലീസിന്റെ പിടിയിലായത്. അതിനെ തുടർന്ന് മതം മാറാൻ തനിക്ക് സാധിക്കില്ലെന്നും രജിസ്റ്റർ വിവാഹം കഴിക്കാമെന്നുമാണ് ആ പെൺകുട്ടി പറഞ്ഞിരുന്നത്. ഈ കാര്യം തൻ്റെ ആത്മഹത്യക്കുറിപ്പിൽ ആ പെൺകുട്ടി സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. റമീസിന് മറ്റു സ്ത്രീകളുമായും ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായ തർക്കം തെളിവ് സഹിതമുണ്ട്. ഇരുവരും തമ്മിലുള്ള തർക്കങ്ങളുടെ വാട്സപ്പ് ചാറ്റുകളും മറ്റുമൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മർദ്ദനത്തിൻ്റെയും മതമാറ്റത്തിൻ്റെയും കാര്യം ഈ ചാറ്റുകളിലുണ്ട്. രജിസ്റ്റർ വിവാഹം കഴിക്കാനാണെന്ന് പറഞ്ഞാണ് സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്നും റമീസ് ഈ പെൺകുട്ടിയെ വിളിച്ചു കൊണ്ടുപോയത്. എന്നാൽ തൻ്റെ വീട്ടിലേക്കാണ് റമീസ് യുവതിയെ കൊണ്ടുപോയത്. വീട്ടിലെത്തിയ ഉടൻ മതം മാറണമെന്നും ഇതിനായി പൊന്നാനിയിൽ പോകാൻ വാഹനം തയ്യാറാണെന്നും റമീസ് പറഞ്ഞു. സമ്മതിക്കാത്തതുകൊണ്ട് മർദ്ദിച്ചു മുറിയിൽ പൂട്ടിയിട്ടു. താൻ സഹോദരനെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് തുറന്നു വിട്ടതെന്നും ഈ പെൺകുട്ടിയുടെ അമ്മ തന്നെ പറയുന്നുണ്ട്. ആ ഭ്രാന്തൻ്റെ വീട്ടുകാരും കുടുംബക്കാരും അവിടെ ഉള്ളപ്പോഴാണ് ഈ പെൺകുട്ടിയോട് ഈ ക്രൂരത കാണിച്ചത്. അവിടെ കൊണ്ട് തീർന്നില്ല. തിരിച്ചു വന്ന ശേഷവും മതമാറ്റം അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് റമീസ് നിരന്തരം അവളെ സമ്മർദ്ദത്തിലാക്കുകയായിരുന്നു. ഈ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെയാണ് താൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നു എന്ന് എഴുതി വെച്ച് അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞത്. മതം മാറ്റാൻ ഒരു കുടുംബം മുഴുവൻ ശ്രമിക്കണമെങ്കിൽ മറ്റൊരു കേരള സ്റ്റോറി മോഡൽ അല്ലേ ഇപ്പോൾ നടന്നത്? മതപരിവർത്തനം എന്ന തീവ്രവാദം തുടച്ചു നീക്കിയില്ലെങ്കിൽ ഇനി എത്ര പെൺകുട്ടികൾ മണ്ണിനടിയിലാവും? എത്ര മാതാപിതാക്കൾ, സഹോദരങ്ങൾ നിലവിളിക്കുന്നത് നമ്മൾ കാണേണ്ടി വരും. ഏതായാലും ഈ പെൺകുട്ടിയുടെ ആ ഒരു കഥയിലേക്ക് പോകുമ്പോൾ തന്നെ അറിയാം, നിരവധി ക്രൂര പീഡനങ്ങളാണ് ആ പെൺകുട്ടി ഏറ്റുവാങ്ങിയത്. വെറും പെണ്ണുപിടിയൻ, കൊള്ളരുതാത്തവൻ. എന്നിട്ടും ഈ പെൺകുട്ടി എന്തിനാണ് ഇവൻ്റെ പുറകെ നടന്നത്? എന്തിനാണ് ഇവനെ സ്നേഹിച്ചത്? അതാണ് പ്രണയം, സ്നേഹം. ഇതിനപ്പുറം മറ്റൊന്നുമില്ല. ഏത് കൊള്ളരുതാത്തവനെയും സ്വീകരിക്കുന്ന തരത്തിൽ സജ്ജമാകും. പെൺകുട്ടികളെ നിങ്ങളൊന്ന് സൂക്ഷിക്കുക. പ്രണയവും സ്നേഹവും ഒക്കെ മറ്റൊന്നാണ്, ജീവിതം മറ്റൊന്നാണ്. ഇത്തരത്തിലുള്ള പെണ്ണുപിടിയന്മാരുടെ പുറകിലേക്ക്, മതഭ്രാന്തന്മാരുടെ പുറകിലേക്ക് നിങ്ങൾ പോകരുത്. നിങ്ങളും മണ്ണിനടിയിലാവുക തന്നെ ചെയ്യും. നിങ്ങൾക്കല്ല നഷ്ടം, നിങ്ങളുടെ മാതാപിതാക്കൾക്കാണ് നഷ്ടം. അവരുടെ നിലവിളിയാണ് ഇങ്ങ് ലോകത്ത് മുഴുവനും കേൾക്കുന്നത്. അതിലേക്ക് അവരെ കൊണ്ടുവരരുതേ. നിങ്ങൾ സൂക്ഷിക്കുക. ഇത്തരത്തിലുള്ള മതഭ്രാന്തന്മാരെ തിരിച്ചറിയുക. സ്നേഹം ഒരു കണ്ടീഷനല്ല. സ്നേഹം ഒരു അൺകണ്ടീഷണൽ ആയിരിക്കണം. പ്രണയം അത് തീവ്രമായിരിക്കണം. അതിൽ ഒരു പവിത്രത വേണം. അതില്ലെങ്കിൽ അത് സ്നേഹമെന്നോ പ്രണയമെന്നോ വിളിക്കാൻ പറയില്ല. നിങ്ങൾ പ്രണയിച്ചോളൂ, സ്നേഹിച്ചോളൂ. പക്ഷേ ഇത്തരത്തിലുള്ള പെണ്ണുപിടിയന്മാരെയും മതഭ്രാന്തന്മാരെയും തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധിയെങ്കിലും നിങ്ങൾ കാണിക്കണം. ഒരു വിവേകം കാണിക്കണം. ഒരു നിലപാടുണ്ടായിരിക്കണം. തങ്ങളുടെ മതത്തിൽ നിന്നും മറ്റു മതത്തിലേക്ക് മാറണം എന്ന് പറയുമ്പോൾ അത് പറ്റില്ല, പോയി പണി നോക്കടാ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കുക സ്വന്തം ജീവിതത്തിലേക്ക്.